എന്ന് പറഞ്ഞാൽ നമ്മുടെ D2Dയുടെ ജേണിയാണ് നമ്മൾ കാണിക്കുന്നത്. ഇത്രയും നാളും ഒരു അംഗമായി കഴിഞ്ഞിരുന്ന നമ്മുടെ നാരായണൻ, അതായത് എൻ്റെ മക്കള് അമ്മുവിന് നല്ല മംഗളാശംസകൾ നേരുന്നു എന്ന് ഞാൻ പറയുന്നു. പിന്നെന്താ, നമ്മുടെ കൂട്ടത്തിലും നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ കാശിപ്പെട്ട എല്ലാ ചെറുപ്രായക്കാരിൽ ഈ ഒരു വിദേശ യാത്രയ്ക്ക് വഴിയൊരുക്കി കൊടുത്ത അജിത്ത് എന്ന് പറയുന്ന D2D ആലക്കോടിന്റെ അജിത്ത് ആലക്കോടിനോട് എന്ന് പറയുന്നു. ഇതിന് പ്രത്യേകിച്ചും ധൈര്യം കാണിച്ചത് എന്റെ പെങ്ങൾ തന്നെയാണ്. ഇവിടേക്ക് പോകാനുള്ള താല്പര്യം അവർക്ക് തന്നെയാണ് കൂടുതൽ. ഇപ്പൊ എന്റെ ഒരു ക്യാരക്ടർ വെച്ച് പറയുകയാണെങ്കിൽ ഷൈയാണ്, പോണോ വേണ്ടയോ എന്നുള്ളൊരു രണ്ട് തോണി കാര്യമൊന്നും പോലെയല്ല, അവർക്ക് വേണം എന്നുള്ളൊരു നിർബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ അവിടെ ഈ ഒരു നിലയിലെത്തിപ്പെടാൻ പറ്റിയത്. പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ബാഗി പാൻറ്റുകൾ, പുത്തൻ ഷൂസുകൾ എന്നിവയുമായി മാത്രം ഇങ്ങോട്ട് കാര്യങ്ങളെന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഡാൻസിന് ആദ്യമായിട്ട് തന്നെ വിളിച്ചു കുറെ സ്റ്റേജ് കഴിഞ്ഞു. കണ്ടാലും പറയും പൊന്നൂന് ഞാൻ എടുത്ത് വളർത്തി വെച്ച, പക്ഷെ ഇപ്പൊ എന്നെക്കാളായി. പിന്നെ ആരും പറയും 3 വയസ്സില് എന്റെ ഡാൻസ് ആദ്യം കളിച്ചത് ചേച്ചി. അമ്മ ഫസ്റ്റ് കാണുന്നത് സൗമ്യ ചേച്ചിയുടെ മനോജ് ബാബുവിന്റെയും കല്യാണത്തിനാണ്. അതിന് മുമ്പ് ഞങ്ങൾ ഇത്ര തൊട്ടടുത്ത വീട്ടിലായിട്ടുള്ള റിലേറ്റീവ്സ് ആണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ തമ്മിലൊരു 10-11 വർഷത്തെ ഇതുണ്ട്. ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മുവിന്റെ കൂടെ ചേർന്നതാണ്. രാത്രി പകലെന്നില്ലാതെ ഞങ്ങൾ പ്രാക്ടീസ്, നല്ല ബോണ്ട് ഉണ്ടായ കാര്യം. നമ്മളെല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ മാത്രം കാണുന്നത്, നമ്മളെല്ലാവരും തന്നെ കാണുന്നത്. എനിക്ക് ചേച്ചിയോട് നന്ദിയാണ് പറയുന്നത്. ഈ ഫീൽഡിലേക്ക് ചേച്ചിയാണ് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നത്. എല്ലാവരും എൻജോയ് ചെയ്യുന്നത്, ഓരോ യാത്രയും ഓരോ എക്സ്പീരിയൻസ് ഭയങ്കര വെറൈറ്റി ആയിരുന്നു. അത് ചേച്ചി കാരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. സ്ഥലം പോലും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ കളിച്ചു. ചേച്ചി നമുക്ക് വേണ്ടി ചോറും എല്ലാം കെട്ടിക്കൊണ്ട് വന്നിട്ട് നമുക്ക് വാരിത്തിരുന്നൊക്കെ നല്ല ഓർമ്മയായിരുന്നു ഞങ്ങൾക്ക്. അതൊക്കെ ഇപ്പൊ കിട്ടുന്നില്ല, അതിന് കിട്ടത്തുമില്ല. അതൊക്കെ നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. ചേച്ചി ഉള്ളപ്പോഴായിരുന്നു ഞങ്ങൾക്ക് ഡാൻസ് കളിക്കാനായാലും ഓരോ യാത്രയായാലും നമുക്ക് എക്സ്പീരിയൻസ്. ചേച്ചി ഉള്ളതിന് ധൈര്യത്തിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് വിടുമായിരുന്നു. രാത്രി വൈകിട്ടൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് പറ്റിയത് ചേച്ചിക്ക് 1 മണിക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് വിട്ട് തന്നെ ചേച്ചി ഉള്ളതുകൊണ്ടാണ് ഷാർട്ടിൽ അടിച്ചു വെച്ച് എവിടെ പോയാലും ചേച്ചി ഉണ്ടെങ്കിൽ പറയാനില്ല. പിന്നെ ഇനി അങ്ങോട്ട് ഇനി ഞങ്ങൾ ഇനിയൊന്നും അറിയില്ല ചേച്ചി അല്ലാത്ത. അപ്പൊ അതൊക്കെ ഓർത്ത് ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോ ലീവ് കിട്ടുമ്പോ അമ്മൂന് മിസ് ചെയ്യുന്നു. കുറെ ചായ പോയപ്പോ നമ്മള് വായിലൂടെ ഇറങ്ങുന്നതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കണ്ണുകൾ നിറയുന്നുണ്ട്. ഞാൻ പറയുന്നോണ്ടായിരിക്കും ചിന്നു പറഞ്ഞതുപോലെ വീട്ടിൽ നിന്നും ചെറിയിടാത്തിറങ്ങുന്ന ആളുകളൊക്കെ ഞാൻ മാത്രമായിരിക്കും പ്രോഗ്രാമിൽ ഒരുപാട് അമ്മ ഞങ്ങൾ വായി നോക്കാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. വായിലോട്ട് ഞങ്ങൾ എങ്ങനെ പഠിച്ച അമ്മുവാണ്. ഞങ്ങളെ അമ്മ തന്നെയാണ്.
ചേച്ചി പോകുന്നതിൽ ഞങ്ങൾക്ക് നല്ലതുണ്ട്. കാരണം ഇല്ല, എവിടെ കൂട്ടിക്കൊണ്ട് പോകില്ല. ഉത്സവത്തിലായാലും തെണ്ടിത്തിരി അടക്കം എനിക്ക് പറ്റൂല. ചേച്ചി ഉള്ളതുകൊണ്ടല്ലേ ചേച്ചി അങ്ങനെ. അതുപോലെ പിന്നെ പണ്ടി ഡാൻസ് കളിക്കാൻ ഞാൻ ചേച്ചി ആദ്യം പേരാക്കി ചേച്ചിയാണ് ഡാൻസ് ചം പറഞ്ഞിട്ട് ഡാൻസിനിടയ്ക്കായാലും എപ്പോഴും സംസാരിച്ചു. ചേച്ചിയുടെ വായടയാണ് ഞങ്ങൾ പ്രാക്ടീസ് തുടങ്ങി അല്ലേ. എപ്പോഴും സംസാരം മാത്രമേ ഉള്ളൂ. ചേച്ചി പോയിട്ട് ഞങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമുള്ള ഐറ്ററിയുടെ കാര്യം ഇപ്പൊ ചേട്ടായില്ലെങ്കിൽ ഡാൻസ് ക്ലാസ് ആയിരുന്നു നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെയൊക്കെ വിടുവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് അപ്പൊ നമുക്ക് ഐറ്ററിയെ വിളിക്കാം. അത് ഞാനിപ്പോ ഇവിടെ ആദ്യമായിട്ട് കാണുന്നത് എന്റെ ഓർമ്മയില് അനുഷ ചേച്ചി ക്ലാസിക്കൽ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് കരുവഞ്ചാല് നമ്മുടെ മരിച്ചൊരു മാഷുണ്ട്. ഇവിടെ കരുവഞ്ചാലല്ല, ആ മാഷിന്റെ അടുത്ത് ചേച്ചിയെ കൂടെ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. ഞായറാഴ്ച ദിവസം പുള്ളിക്കാരുടെ ഇവിടെ കൊണ്ടുപോകും. അപ്പൊ അവർക്കോട്ടം വഴി നമ്മുടെ ആലപ്പാട് അവർക്കോട്ടം വഴി നടന്നുകൊണ്ട് അപ്പൊ ആരും കൂടുകയാണ്. അങ്ങനെ ചേച്ചി കൂടെ പോയിട്ട് അങ്ങനെ ഞാൻ അവിടെ നിന്നാണ് ഫസ്റ്റ് കാണുന്നത്. പിന്നെ ഈ ഡാൻസിന്റെ ഇതിലേക്ക് ഞാൻ ആദ്യം ശരിക്കും പറഞ്ഞാൽ ഈ ഡാൻസിന്റെ ഇതിലേക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ അതെന്തോ പരിപാടി ചെയ്യേണ്ടി. അപ്പൊ പിള്ളേരെല്ലാം കൂടി സെറ്റ് ആക്കിയിട്ട് നമ്മുടെ നാട്ടില് കൊറോട്ട ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ കൂടി ആ പരിപാടി നടത്തിയിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മള് ഫുള്ള് ഡാൻസും പാട്ടും പിന്നെ നാടൻപാട്ടിന്റെ ടീം വരെ നമ്മൾ ആ സമയത്ത് ഓരോരോ ഘട്ടഘട്ടമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ പിന്നെ എന്താ പറയുക, നമ്മൾ ഡാൻസ് ആയിട്ടും പിന്നെ എന്താണ് തെയ്യം ഇറങ്ങുന്ന സമയത്ത് തീയൊക്കെ തുപ്പാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങളെ പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ അഖിലിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശേഷമാണ് നമ്മുടെ ജീവനും ജോയിലൊക്കെ അവിടെ നമ്മൾ ആലപ്പുഴ ഡാൻസ് ക്ലാസ് തുടങ്ങി. പിന്നെ ഒരു ദിവസം രാവിലെ ഞായറാഴ്ച രാവിലെ വന്നിട്ട് അനൂപ് വന്നിട്ട് എന്നെ കുത്തിത്തൂക്കി കൊണ്ടുപോയിട്ട് നമ്മുടെ ജയ പോകുന്നത്. അപ്പൊ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത് ഇവരും അവിടെ പോകുന്നുണ്ടായിരുന്നു. നേരത്തെ ഇവിടെ എത്തിയിട്ടുള്ളായിരുന്നു. അപ്പൊ നമ്മുടെ എന്തിന്റെ പ്രോഗ്രാമിന്റെ ഉത്സവത്തിന്റെ പ്രോഗ്രാമിനാണ് തോന്നുന്നു അല്ലെ. ആ ഉത്സവത്തിന്റെ പ്രോഗ്രാമിന് ഇവര് നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. കാരണം ക്ലാസിക്കൽ ഡാൻസിന്റെ എല്ലാ സെറ്റൊക്കെ ആയിട്ട് ഇവരവിടെ ഉണ്ടായിരുന്നു. ഞങ്ങള് പോയി അഡ്മിഷൻ ഒക്കെ എടുത്ത് മെല്ലെ പിച്ച് വെച്ച് തുടങ്ങി പിന്നെ ഇവരുടെ കൂടെ ഓരോരോ പരിപാടിക്ക് നമ്മളെ കൊണ്ടുപോകാൻ തുടങ്ങി. പിന്നെ അങ്ങനെ എന്നാ ഫ്ലാഷ് മോബ് ഒക്കെ ചെയ്തു. പിന്നെ അങ്ങനെ കുറെ അവരുടെ കുറച്ച് പരിപാടിയൊക്കെ നമ്മൾ ചെയ്തു. പക്ഷെ ഒരുമിച്ച് എനിക്കൊന്ന് അരങ്ങത്തെ ഉത്സവത്തിലെ പരിപാടിയും കണ്ടാണ് ഒരുമിച്ച് ചെയ്തത്. അതിനുശേഷം പിന്നെ നമ്മളിവിടെ നെയ്യമ്പാലയില് മെല്ലെ അനൂപിന്റെ വീടിന്റെ ഉള്ളിലായിരുന്നു ഞങ്ങൾ ആദ്യം ഡാൻസ് ക്ലാസ്സിന് പോയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അവിടുന്ന് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യും. രാത്രിയിൽ പണി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യും. വീടിന്റെ ഉള്ളിൽ സ്ഥലമില്ലാതെ ടീം മറിച്ചിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. പിന്നെ അവിടുന്ന് അത് ഞങ്ങൾക്ക് സ്ഥലമില്ലാതെ മോളിൽ കയറ്റി സൗണ്ട് ഫുള്ള് മോളിൽ കയറ്റി അവിടുന്ന് പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ മെല്ലെ ഇവരൊക്കെ വന്ന കമ്മ്യൂണിറ്റികളിലേക്ക് മാറി. പിന്നെ അത് മെഴുകുതിരിയായി. പിന്നെ എന്താ പറഞ്ഞ എമർജൻസി ഒക്കെ കൊണ്ടുവരാൻ. അത് കഴിഞ്ഞ് മെല്ലെ ടിക്ടോക്കൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോ മെല്ലെ ചന്തുചേട്ടൻ വന്ന് ആ ടൈമിൽ ചന്തുചേട്ടൻ വന്ന് നമ്മളോട് ജോയിൻ ചെയ്തു. എന്റെ പുള്ളി പഠിപ്പിക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിടയ്ക്ക് ആ സമയത്തിന് പോയി. പിന്നെ ഞങ്ങള് പിന്നെ ചന്തുചേട്ടൻ വന്ന് 2 ദിവസം 3 ദിവസമൊക്കെ വന്നു. അത് പറയാം. അല്ലെങ്കിൽ പിന്നെ ചന്തുചേട്ടൻ വന്നു. പിന്നെ ചന്തുചേട്ടൻ വരാതെയായി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങള് മൊത്തത്തില് എല്ലാരും കൂടി കമ്മ്യൂണിറ്റികളിൽ ഞങ്ങൾ അങ്ങ് ആധിപത്യം സ്ഥാപിച്ചു. പിന്നെ മെല്ലെ ഓരോരുത്തരും 10-12 പേരൊക്കെ ആയെന്ന് തോന്നുന്നു ആ സമയത്ത്, ചെറിയ പിള്ളേരടക്കം. അങ്ങനെ നമ്മുടെ അജിച്ചേട്ടന്റെ പിള്ളേരുണ്ടായിരുന്നു, അവർ 2 പിള്ളേരുണ്ടായിരുന്നു. പിന്നെ നന്ദായി, പ്രിയ, പിന്നെ അങ്ങനെ ഇഷ്ടംപോലെ പിള്ളേര് ഞങ്ങള് ചവറ പോലെ എല്ലാം ഒരേ സൈസിനായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഒരു കൃത്യനിഷ്ഠത അങ്ങനെ സാധനം നമുക്ക് കിട്ടിയിട്ടില്ല. അതെന്താ കിട്ടാത്തതറിയോ? അത് നിങ്ങളോട് നടന്നു കിട്ടാതായപ്പോ നമ്മുടെ റൂമിലേക്ക് എത്തിപ്പെട്ടത്
ഇതുപോലെ എല്ലാ പരിപാടിക്കും പോയിട്ട് തീ പറഞ്ഞ പരിപാടിയുടെ കാഴ്ച വെച്ചിട്ട് ആ സംഭവം ഒന്നും പറയാനില്ല. എല്ലാവരും ഒന്നിനൊന്നില് ഇപ്പൊ ഒരു ഡാൻസിനകത്ത് മൊട്ടച്ചിയാണ് ഇപ്പൊ സ്റ്റോറി ചെയ്യുന്നത്, അടുത്ത ഡാൻസിനകത്ത് പൊന്നു സ്റ്റോറി, അങ്ങനെ ഓരോരോ ഡാൻസിനകത്ത് ഓരോരുത്തരും ഓരോരോ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അതിപ്പോ എക്സ്പ്രഷൻ ആണെങ്കിലും ചിന്നുവിനെ പറയാവൂ, വേറെ ആരും ആ എക്സ്പ്രഷന്റെ കാര്യം ശ്രദ്ധിക്കുന്ന കൂടില്ല. നമ്മൾക്ക് അപാര മെമ്മറി പവറാണ്. അത് അവളിപ്പോ നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഡാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവളിപ്പോ വേണേ കാണിച്ചിരുന്നു പാട്ട് കഴിഞ്ഞത്. അതുപോലെ അപാര മെമ്മറി പവറാണ്. പക്ഷെ ഇരിക്കുന്ന നമ്മുടെ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ആർട്ട് വർക്കിനകത്ത് എല്ലാവരും തെരുവ് അറിഞ്ഞിട്ടാണെങ്കിലും അതിപ്പോ നമ്മുടെ കൂടെ ചങ്ക് പോലെ ഒന്ന് അത് അവളുടെ വീടിന്റെ ടെറസിന്റെ വെറുത്തിന്റെ മുകളിൽ ഇരിപ്പുണ്ട്. സാധനം മൊത്തം എല്ലാം ഉണ്ടാക്കി പതുക്കി വെച്ചിട്ട് നമ്മുടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഈ ഒരു ഡാൻസിന്റെ ജേണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരുപാട് നാട്ടുകാര്, ബന്ധുക്കാരായാലും ഇപ്പൊ വീട്ടുകാരായാലും നാട്ടുകാരായാലും ഇപ്പൊ കൂട്ടുകാരായാലും പോലും ഒരു ഘട്ടത്തിൽ കഴിയുമ്പോൾ നമ്മളൊക്കെ എന്താ, കാരണം ഇപ്പൊ അമ്മൂനെയാണെങ്കിലും ഇങ്ങനെ പുള്ളികൾ നടക്കാതെ ഇവർക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പോയിക്കൂടെ, അങ്ങനെ ഒരു ടോപ്പ് വരെ എത്തി. പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് നാട്ടുകാർ പോലും നമ്മളോട് പറയുന്നുണ്ട്, ഇങ്ങനെ തുള്ളികൾ നടക്കുന്ന മൊത്തം പെൺപിള്ളേരാണ്, ഇങ്ങനെ തുള്ളികൾ നടന്ന ഇവിടെ എത്തുക അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. അപ്പൊ എനിക്കിപ്പോ അവരോട് പറയാൻ വേണ്ടിട്ട് ഒരു കോളേജ് എനിക്ക് കിട്ടി. അതാണ് സംഭവം എന്ന് വെച്ചാല്, നമ്മളിപ്പോ ഈ ഡാൻസ് കൊണ്ട് പുള്ളി നടന്നിട്ട് എവിടെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോ ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഗേൾസ് പരമാവധി കുറഞ്ഞില്ല, നമ്മുടെ ഈ ഫീൽഡിൽ ഗേൾസാ കുറഞ്ഞു വരുന്നത്. അപ്പൊ എന്താണ് വീട്ടുകാരുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുറെ പ്രോഗ്രാമൊക്കെ നമ്മുടെ കയ്യിൽ പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ എന്താ പറയുക, ഗൾഫിലെ പരിപാടിക്ക് 3 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അതും ട്രിവാൻഡ്രത്തുനിന്നും പിന്നെ എറണാകുളത്തുനിന്നൊക്കെ മാസ്റ്റർമാര് നേരിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടാണ് അവരിങ്ങനെ നമ്മളെ പരിപാടിക്ക് വിളിച്ചത്. എന്നിട്ട് നമുക്കത് പോകാൻ പറ്റില്ല, നമ്മുടെ കൂടെ ആളില്ലായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം അവിടെ ഒരു ജോലിയായിട്ടാണെന്ന് അറിഞ്ഞപ്പോ എല്ലാവരും അന്ന് മുടക്കം പറഞ്ഞ് നിന്നവർ മൊത്തം ഇപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിന്നു. കാരണം ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ എനിക്കിപ്പോ എല്ലാവരോടും പറയാനതേ ഉള്ളൂ, എന്താ പറയണ്ടേ, എന്താ നിങ്ങളിപ്പോ നാട്ടുകാരെന്ത് പറയുന്നു, അല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നത് കേൾക്കണ്ടെന്ന് ഞാൻ പറയില്ല. വീട്ടുകാർ പറയുന്നത് നമ്മള് പഠിക്കുന്ന കാര്യത്തില് ഒരു കുഴപ്പമുണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഇപ്പൊ വരുന്ന പിള്ളേരുടെ അമ്മമാർക്ക് അവർക്ക് താല്പര്യമുള്ള പിള്ളേരെ നമ്മളെ ഡാൻസ് പഠിക്കാൻ പറ്റുന്നത്, പിള്ളേർക്ക് താല്പര്യം വരുത്തി വന്നിട്ടല്ല അവർ വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ മാതാപിതാക്കളെ കൂടെ താല്പര്യപ്പെടുത്തണം. നേരത്തെ ഇപ്പൊ ചിന്നു പറഞ്ഞ ഏറ്റവും കൂടുതൽ വിഷമം എനിക്ക് മാത്രമല്ല ഞാൻ പറഞ്ഞത്, വിഷമമുണ്ട്. വിഷമമില്ല, ഇത്രയും നാളെ കൂടെ നടന്നല്ല വിഷമല്ലേ. വിഷമം മാത്രമേ ഇരിക്കുള്ളൂ. പിന്നെ എന്താ പറയുക, പൈസക്ക് അതിൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം വേണ്ട കാര്യം ഓർമ്മയില്ല. ഇപ്പൊ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടെങ്കിലും ഇപ്പൊ ഈ ഒരു ഫീൽഡില് അവിടെ പോയി ജോലി ചെയ്താല് എനിക്കിപ്പോ 4 വർഷം മുന്നിൽ ഇപ്പൊ എനിക്ക് പറഞ്ഞു പിടിച്ചേക്കാൻ പറ്റുള്ളൂ. ഇത്രയും നാളും കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും അവരുടെ മുന്നിൽ എനിക്ക് പറയാൻ ഇപ്പോ എനിക്ക് ഒരു ഉദാഹരണം ഇവിടെ മാത്രമേ ഉള്ളൂ.
ഹാർട്ട് ടച്ചിങ് മൊമെന്റ് ആയിരുന്നു. ഭയങ്കര പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ആരോടായാലും ഇപ്പൊ കാൺസെപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് പറയുന്നത് ഡാൻസ് പിള്ളേരെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് പറയുന്നത് എന്റെ പിള്ളേരൊക്കെ എന്റെ പിള്ളേരെ വിളിച്ചിട്ട് മാത്രമേ ഞാൻ എല്ലാരോടും ഇതിനെ കുറിച്ച് പറയാറുള്ളൂ. എന്താ പറയാ, ഞാൻ എടുത്ത് 3 വയസ്സിൽ അംഗനവാടി കുട്ടിക്കുന്ന സമയത്ത് 3 വയസ്സിലൊക്കെ നിങ്ങളെല്ലാവരും പറഞ്ഞു കിടക്കും കണ്ണടക്ക് എല്ലാവരും പറഞ്ഞു ഞങ്ങളൊരു 2-3 സ്റ്റേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ അത് ചേച്ചിയാണ് ഞങ്ങൾ ചേച്ചി കാരണം ഞങ്ങൾ സ്റ്റേജിൽ കയറിയെന്ന് പറഞ്ഞു. ഓക്കെ, സത്യം ഞാൻ കാരണം തന്നെ കയറി. പക്ഷെ അതിന് ഇത്ര തോളി എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഐറ്റയുടെ ഒരു കൂടെ ഉണ്ട്. അപ്പോ നിങ്ങൾ പറയുമ്പോൾ ഐറ്റയുടെ കൂടെ 12 മാസം പിന്നെ എന്താ പറയാ ഒന്നൊരു ആയിരം ഞാൻ 3 വയസ്സിൽ ജനിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കുന്നു. ഇപ്പൊ ചിന്തുവായാലും ഞാൻ എന്റെ മക്കളെന്ന് വിളിച്ചിട്ട് മാത്രമേ ഞാൻ എല്ലാവരും ഒരുപാട് വയസ്സൊന്നല്ല, ഏതൊരു പെണ്ണിലും ഒരു അമ്മയുണ്ടെന്ന് പറയുന്ന പോലെ ഇവര് ഇപ്പോഴും എന്റെ അങ്ങനെ ഞാൻ പറയുള്ളൂ എന്റെ മക്കളെന്ന്. പിന്നെ ഇവരെല്ലാരും ഇതെല്ലാരും നിങ്ങളെല്ലാരും ഒന്ന് ഇപ്പൊ ചിലങ്കേട്ടൻ കാരണം എനിക്ക് ആ ചിലങ്കേട്ടി കൊടുക്കുമ്പോൾ എനിക്കൊരു പ്രോഗ്രാം ആ സമയത്ത് ഞാനിവർക്ക് ചിലങ്കേട്ടി കൊടുക്കുമ്പോൾ ഇവരുടെ കാലുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ, എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ട്. അതെപ്പോഴും എനിക്ക് നിങ്ങളോട് തന്നെ കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ പോയി കഴിഞ്ഞാലും ഒരിക്കലും അത് അങ്ങനെ തന്നെ ഇപ്പൊ എന്താ പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ളൂ. ഇപ്പൊ എന്തെങ്കിലും ചേട്ടായി കൂടി നിങ്ങൾ പോകണം, ചേട്ടായി കൂടി നിങ്ങൾ പോവുകയും ചെയ്യണം. ഇപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ വിളിക്കും, ചേട്ടനെ വിളിക്കും, ചേട്ടായി എന്റെ ഒരു പരിപാടി ഉണ്ട് ഇന്ന് പോയാലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചേട്ടായിനോട് ചോദിക്കും. അതേപോലെ ചേട്ടായി ഫസ്റ്റ് എന്നോടും പറയും, എടി ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് പിള്ളേരെ കിട്ടുമോ എന്ന് ആദ്യം ഗ്രൂപ്പിൽ ചോദിക്കത്തില്ല മുന്നേ ആദ്യം എന്നോട് ചോദിക്കും, എടി ഇങ്ങനെ പിള്ളേരെ കിട്ടുമോ. അപ്പൊ ഞാനിങ്ങനെ നോക്കും, ഞാൻ നോക്കാം സെറ്റാക്കാം, എന്നാലും നമ്മളത് കിട്ടൂല. അങ്ങനെ വിടാതെ ഇത്രയും നാൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ 4 ആളുടെ മുന്നില് ഇപ്പൊ നിങ്ങളെ ടീച്ചുടിയിലെ പിള്ളേരല്ലേ, ടീച്ചുടിയിലെ ഡാൻസ് പിള്ളേരല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അഭിമാനം 2 പേര് അറിയുന്നുണ്ടല്ലോ ഡാൻസ്. എല്ലാ പിള്ളേർക്കും നല്ല കഴിവുണ്ട്. ഡാൻസ് കളിക്കുന്ന അങ്ങനെ ഒരു ഇതുണ്ട്, പ്രൗഡ് മൊമെന്റ് ആയിട്ട് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുമുണ്ട്. പിന്നെ ഓരോ പരിപാടി ഏറ്റവും കൂടുതൽ ഞാൻ പറയാനുള്ള ആഗ്രഹിച്ചത് ഒരു പരിപാടിക്ക് പോലെ എന്റെ മക്കൾ കരയാണ്ട് പോയിട്ടുള്ളൊരു സിദ്ധില്ല. വീട്ടിൽ നിന്ന് എപ്പോഴും കിട്ടുന്ന ഒരു ഇത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു നന്ദ വന്ന് കരഞ്ഞോണ്ട് വന്നത്, അയന കരഞ്ഞോണ്ട് വന്നത്, നമ്മളാ കോസ്റ്റ്യൂമിൽ ഇട്ടിട്ട് ജേഴ്സി ഇട്ടിട്ട് വരുമ്പോ നന്ദ വന്ന് കരഞ്ഞോണ്ട് വന്ന് ചേച്ചി ഇങ്ങനെ അവരവിടുന്ന് പറഞ്ഞു. അതേപോലെ അയനി വന്നിട്ട് ചേച്ചി ഇങ്ങനെ പറഞ്ഞു. അതുപോലെ അച്ചിക്കുട്ടി പൊന്നും മീനും ഇവരെല്ലാം നമ്മളൊരു പരിപാടിക്ക് ഒരുങ്ങി പോകുമ്പോ ആ രാത്രിയുള്ള നിമിഷം ഞങ്ങൾ ഷൂവും കെട്ടി പോവാൻ നിൽക്കുന്ന സമയത്ത് കരഞ്ഞോണ്ടാ വരുക. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടാനുള്ള പൈസ കിട്ടിയിട്ടൊന്നും അല്ലെങ്കിലും ഞങ്ങൾക്കാണ്ട ഒരു ഷൂ കിട്ടിയിട്ട് ജേഴ്സി ഞങ്ങൾ ആ സ്റ്റേജിൽ കളിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഇതുണ്ട്. അത് എന്താ അപമാനമല്ല, ഞങ്ങൾക്ക് എത്ര വലിയ പെൺപിള്ളേരായാൽ കൂടി ഞങ്ങൾക്കത് അപമാനമല്ല, എന്നൊരു അഭിമാനം മാത്രമേ ഉള്ളൂ. ഡാൻസ് കളിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷവും അതെത്ര വരുന്നത് നമുക്ക് പറഞ്ഞ മനസ്സിലാവൂല ശരിക്കും. ഇപ്പൊ ഇതിലൊന്നും തളഞ്ഞിട്ടില്ലെങ്കിൽ ഇതിലും മികച്ചായിട്ട് നന്ദി പറഞ്ഞ പോലെ നന്ദയ്ക്ക് ഭയങ്കര മെമ്മറി പവറും ജിന്നു ഭയങ്കര എക്സ്പ്രഷൻ ഒക്കെ പറഞ്ഞ പോലെ എല്ലാവർക്കും നല്ലൊരു കഴിവുള്ളവരെ എവിടെയെങ്കിലും എത്തിപ്പെടേണ്ട പിള്ളേരായിരുന്നു ഇവരൊക്കെ. പക്ഷെ അവരൊക്കെ ഇങ്ങനെ തഴഞ്ഞു പോയതുകൊണ്ട് മാത്രം അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏറ്റവും വലിയ മിസ് ചെയ്ത സംഭവിച്ചത് സത്യം പറയാനോ കുറെ പരിപാടി കാഴ്ച പരിപാടി വരുന്നുണ്ട്, ഉത്സവ പരിപാടി സീസൺ പരിപാടി വരുന്നുണ്ട്, വിളിച്ചാ വിളിപ്പുറത്തുനിന്ന് സീസൺ പരിപാടി വരുന്നുണ്ട്. ഭയങ്കര ചിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചാല്
എന്താ പറയുക 2 മണിക്കൂർ കൊണ്ട് ഞാൻ സ്റ്റേജിൽ കയറ്റിയ കുഞ്ഞാണ് ഇവിടെ കൂടി നോക്കി എക്സ്പ്രഷൻ പിടിച്ചിരിക്കുന്ന ഒരേ ആള് എപ്പോഴും വിളിച്ചാൽ വരുന്ന ഒരാള് നല്ല നന്ദിയായിരുന്നു. ഒരു തടസ്സം കൂടാതെ വരും. പിന്നെ ഞങ്ങളുടെ ഒരാള് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഇതിപ്പം കംപ്ലീറ്റ് ഒന്നും അല്ല, നീറ്റുടി തന്നെ കംപ്ലീറ്റ് ഒന്നും അല്ല. ഒരാള് മിസ്സായ ഞങ്ങൾക്ക് അതിന് ഭയങ്കര ഒരുപാട് ആള് മിസ്സായ പോലെ തോന്നി ഞങ്ങൾക്ക്. ഒരാള് മിസ്സായാലും ശരിക്കും എന്താ പറയാ. പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് രാത്രി 7 മണിക്ക് പോയി രാവിലെ 7 മണിക്കെല്ലാം വന്നൊരു ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര. പിന്നെ ചിക്കൊക്കെ അവിടെ ചിക്കു എന്നോട് പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചേച്ചി ഞാൻ നിങ്ങളുടെ വരാൻ തുടങ്ങിയപ്പോൾ 6 മണിക്ക് ശേഷം ഞാൻ പുറത്തിറങ്ങിയത്. ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ തുടങ്ങിയപ്പോൾ മുതലായി ചേച്ചി ഞാൻ ഇങ്ങനെ കുറച്ചു പേരെ അറിയുന്നത് ഇങ്ങനെ ഇതാകുന്നൊക്കെ എനിക്ക് നിങ്ങളുടെ കൂടെ തന്നെ വരാനാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. അതേപോലെ പിള്ളേർക്കെല്ലാം ഇപ്പൊ ഇനി ഇവർക്കൊരു ടെൻഷൻ ഉണ്ടാവുന്ന വെച്ചാൽ ഇനി ഞങ്ങൾ ഡാൻസിന് വിടുവോ എന്നുള്ളതായിരിക്കും. ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5 പൈസ വാടക പൈസക്ക് തരുന്നില്ല. അത് പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമം വരും. ഞാനിവിടെ പോകുന്നുണ്ടെങ്കിൽ തന്നെ അവിടെ കൂടുതൽ നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇത്രയും പിള്ളേര് ഒരാളും ഒരു ഫീസിന്റെ ഇടയ്ക്ക് കൊടുത്തിട്ടില്ല. എന്നിട്ട് നമ്മള് ചോദിക്കാനും പറയാനും നിന്നിട്ട് അപ്പൊ ശരിക്കും നീ പോകുമ്പോ നിനക്ക് മൊമെന്റ് തരുന്നതിന് പകരം അവനല്ലേ കൊടുക്കണ്ടേ? അല്ലേ അല്ലേ? സത്യം ഞാൻ വേറെ കൂടെ പറയാം. എങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്ക് ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കൊക്കെ പറഞ്ഞാലും അത് കഴിഞ്ഞിട്ട് ഒരുപാട് സഹിച്ചിട്ടുണ്ട്. എന്നിട്ടും കൂടി ഉടക്കി പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഭയങ്കര ഞാൻ പിന്നെയും പോകും. അവിടെ വീട്ടിലും കഷ്ടപ്പാടാണ്, വീട്ടിലും കഷ്ടപ്പാടാണ്. പക്ഷെ എന്നിട്ടും കടത്തിന് വേണ്ടി പണിയും അങ്ങനെ ഏകദേശം പണിയും കുറവായിരിക്കുന്ന സമയത്ത് കൂടി നമ്മളോട് ഒരു വാക്ക് പോലും ഞാൻ പറയുന്നു. നമ്മളെന്താ ഇപ്പൊ എല്ലാവരും പറയും ഡാൻസ് കൊണ്ട് എവിടെ എന്തിനാ ഈ പാലത്തേക്ക് അവിടെ കൊടുക്കാം, നമുക്ക് എന്തെങ്കിലും കിട്ടിയിട്ടാണോ വരുമാനം കിട്ടിയിട്ടാണോ അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡാൻസിന് ഭയങ്കര എന്താ ഇത് ഡാൻസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇത്രയും വയസ്സായിട്ട് ചെയ്താൽ ഒന്ന് കല്യാണം കഴിഞ്ഞ് പോയി പിള്ളേരല്ല ഇപ്പോഴും പറയുന്ന ആൾക്കാർ. പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞല്ല പോകുന്നത് ആ ഡാൻസ് എല്ലാവരും ഡാൻസ് നിർത്താൻ പറഞ്ഞ ആ കഴിവ് ആ ഡാൻസ് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ശാന്തയിലേക്ക് പോകുന്നതെങ്കിലും നിങ്ങളും അതൊരു എന്താ പറയുക ഇൻസ്പിറേഷൻ എടുത്തിട്ട് നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകണം എന്ന് തന്നെ ഞാൻ പറയുന്നത്.